അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ കഥ ഉണ്ടല്ലോ, നല്ല അടിപൊളി ഷവായ ഉണ്ടാക്കലാണ്. നല്ല മസാലയൊക്കെ തേച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ലപോലെ കഴുകിയെടുക്കണം നമുക്ക്. മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി എടുക്കട്ടാ. അവിടെ മസാലകളുടെ സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയുള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, പുതിന. നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കടാ. രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വത്തലമുളകും. മുളകിനെ ഒരു 2 മിനിറ്റത്തേക്ക് നമുക്ക് ഒന്ന് വെള്ളത്തിട്ട് കുതിർക്കാൻ വയ്ക്കാടാ. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാടാ. ഒരു ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്, തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിട്ട് വെച്ചില്ലേ, അതൊന്ന് കുതിർന്നുണ്ട്, അത് ഇട്ടിട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. മസാല റെഡി. ചിക്കനിൽ നല്ല മസാല തേച്ച് നോക്കണം. ചെറുതായി പൊടിച്ച് വെച്ച കുരുമുളകുണ്ട്, അതും കൂടെ തേച്ച് കൊടുക്കണം. കുക്കറിലിട്ടൊന്ന് 2 വിസിലടിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം മസാല ഒക്കെ തേച്ചിട്ട് 1/2 മണിക്കൂറായി. 2 കോഴിയും കൂടി കുക്കറിലൊക്കെ നല്ല പണി വിട്ടും. നമ്മുടെ ഈ മസാലയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 2 വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഐശ്വര്യമായിട്ട് നമുക്ക് അടുപ്പ് വെച്ചെടുക്കാം. നമ്മളെ ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി വെച്ചേട്ടാ. വേവിച്ച ചിക്കൻ നമുക്കുണ്ടല്ലോ ഈ എണ്ണയിലിട്ടൊന്ന് വാർത്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പം നമുക്കിനി ഉണ്ടല്ലോ ആ മസാലയും കൂടി റെഡിയാക്കി എടുക്കാം. നമ്മൾ ആ ചിക്കൻ്റെ വേവിച്ച മസാല തന്നെയാണ്, നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക അതിനെ.
ഫുള്ളായിട്ട് മസാല തേക്കാന്ന് വിചാരിച്ച്, പക്ഷെ നടക്കില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അതിനെ. നമ്മുടെ മസാലയിലോട്ട് ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പെട്ട് തിളച്ചതിന് ആ ചിക്കനെല്ലാം മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ സെറ്റ് സാധനമാവും. നമ്മുടെ ചിക്കനിലെല്ലാം മസാല അങ്ങോട്ട് തിളക്കണണ്ട, എല്ലാത്തിനും അങ്ങോട്ട് പിടിക്കണം അങ്ങോട്ട്. നമ്മുടെ സാധനം റെഡി ആയിട്ടാ. ഇനി പൊറോട്ടയും കൂട്ടി ഒരു പിടി പിടിക്കാം. വാ, വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.